ഹലോ ഗൈസ്, ഒരു മനുഷ്യൻ ജനിച്ച അന്ന് മുതൽ രാവിലെ ഒക്കെ പെണ്ണായിട്ടും രാത്രിയാവുമ്പോൾ ആണായിട്ടും മാറിയാലോ, അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പൊ റീസെന്റ് ആയിട്ട് റിലീസായ ഡബിൾ ഒക്യുപ്പൻസി എന്ന് പറഞ്ഞ ഒരു മൂവിയാണ്. അധികം പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മൂവിയുടെ തുടക്കം തന്നെ ഒരു അമ്മ പ്രസവ വേദന കൊണ്ട് കരയുന്നതാണ് കാണിക്കുന്നത്. എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട ഒരു കുട്ടിക്ക് അവള് ജന്മം നൽകുന്നുണ്ട്. കുട്ടിയെ കണ്ട അച്ഛനും വളരെയധികം സന്തോഷിക്കാണ്. അതൊരു ആൺകുട്ടി ആയിരുന്നു. അത് സന്തോഷത്തോടുകൂടി അച്ഛൻ ആ ഒരു അമ്മയോട് പറയുന്നുണ്ട്. 15 വർഷത്തിന് ശേഷമാണ് അവർക്കിപ്പോ ഒരു കുട്ടി ജനിച്ചിരിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് ആ കുട്ടീനെ നോക്കുമ്പോഴാണ് ആ കുട്ടിക്ക് ശ്വാസവും ഇല്ല എനക്കോ ഇല്ല എന്നുള്ള കാര്യം അച്ഛൻ മനസ്സിലാക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ആ ഒരു അച്ഛനും ദൈവത്തെ ചീത്ത വിളിക്കാണ്. സംഭവം എന്താന്ന് വെച്ചാൽ ഈ ഒരു അച്ഛന് ദൈവത്തിന്റെ മേലില് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അമ്മ നിർബന്ധിച്ച് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി അവരൊരു അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. ആ അമ്പലത്തിലുള്ള ദൈവം നേരിട്ട് അവരുടെ അടുത്ത് വന്ന് പ്രത്യക്ഷപ്പെട്ട് നിനക്ക് ഉറപ്പായും ദൈവത്തിലും വിശ്വാസം വരുമെന്നും ഒന്നിനു പകരം 2 കുട്ടികൾ നിനക്ക് ഉണ്ടാകുമെന്നും ആ ഒരു ദൈവം പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ജനിച്ച കുട്ടി ജീവനില്ലാത്തതായതുകൊണ്ട് തന്നെ കരഞ്ഞോണ്ട് ആ ഒരു അച്ഛൻ ആ കുട്ടിയെ ആകാശത്തേക്ക് ഉയർത്തി ഇതാണോ ഞാൻ വിശ്വസിച്ചാൽ ഞങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞ കുട്ടി എന്ന് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് ആകാശത്ത് നിന്ന് 2 വെട്ടം വന്ന് ആ ഒരു കുട്ടിയുടെ മേല് പതിക്കാണ്. ഇതോടുകൂടി ആണായിരുന്ന ആ ഒരു കുട്ടി പെണ്ണായിട്ട് മാറുന്നുണ്ട്. അതോടൊപ്പം ആ കുട്ടിക്ക് ജീവനും വരാണ്. അച്ഛൻ ആ കുട്ടിയെ കൊണ്ട് നേരെ അമ്മയുടെ അടുത്തേക്ക് പോവാണ്. അമ്മയോട് കുട്ടിക്ക് പ്രശ്നമൊന്നും ഇല്ല എന്നും പക്ഷെ ആൺകുട്ടിയായ നമ്മുടെ കുട്ടി ഇപ്പോ പെൺകുട്ടിയായിട്ടാണ് ഉള്ളതെന്നും പറയുന്നുണ്ട്. എന്നാൽ അമ്മ ഇതൊന്നും കാര്യമാക്കുന്നുണ്ടായിരുന്നില്ല. കുട്ടിക്ക് ജീവനുണ്ടല്ലോ, അമ്മക്ക് അത് മതിയായിരുന്നു. അങ്ങനെ കാലങ്ങൾ പോവേ ഈ കുട്ടി വൈകുന്നേരം ആവുമ്പോ ആണായിട്ട് മാറുന്നതും രാവിലെ എണീക്കുമ്പോ പെണ്ണായിട്ട് മാറുന്നതും അച്ഛനും അമ്മയും ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രാമത്തിൽ ഇനി നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്ന് അവർ കരുതുന്നുണ്ട്. രജനികാന്തിന്റെ ബർത്ത്ഡേ ആ ദിവസം ജനിച്ച ആ ഒരു കുട്ടിയുടെ പേര് അവര് രജനി എന്ന് വെക്കാണ്. അങ്ങനെ അവര് കൊടൈക്കനാലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. പഴയ പോലെ തന്നെ രാവിലെ ആ ഒരു കുട്ടിയെ അച്ഛൻ സ്കൂളിൽ കൊണ്ടുപോയി ആക്കും. രാത്രി അമ്മ ആ ഒരു കുട്ടിക്ക് ക്ലാസ് എടുത്ത് കൊടുക്കും. രാത്രി ആൺകുട്ടിയായിരിക്കും അമ്മയുടെ കൂടെ കിടന്ന് ഉറങ്ങുന്നുണ്ടാവുക. പക്ഷെ രാവിലെ എണീക്കുമ്പോ അതൊരു പെൺകുട്ടിയായിട്ട് മാറിയിട്ടുണ്ടാവും. ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി തന്നെ പണി കൊടുക്കുന്നുണ്ടായിരുന്നു. ആൺകുട്ടി അറേഞ്ച് ചെയ്ത് വെച്ച ക്ലാസ് എല്ലാം പെൺകുട്ടി ആവുന്ന സമയത്ത് അവൾ അത് തല്ലി പൊട്ടിച്ചു കളയും. പെൺകുട്ടിയുടെ സ്കൂളിലെ ബുക്കെല്ലാം ആൺകുട്ടി കീറി കളയുകയും ചെയ്യും. ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമല്ലാതാവാണ്. അച്ഛനും അമ്മയും അവര് രണ്ടുപേരെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനെ അവര് രണ്ടുപേരും വലുതാവുന്നുണ്ട്. ഇപ്പൊ അവർക്ക് ഫോണും ഉണ്ട്. ആൺകുട്ടിക്ക് ഒരു സിമ്മും പെൺകുട്ടിക്ക് ഒരു സിമ്മും ആണുള്ളത്. പക്ഷെ രണ്ടുപേരും യൂസ് ചെയ്യുന്നത് ഒരേ ഫോൺ തന്നെയാണ്. അവർക്ക് പരസ്പരം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെക്കാണ് ചെയ്യുക. ആൺകുട്ടി വരുന്ന സമയത്ത് പെൺകുട്ടിയുടെ റെക്കോർഡ് ആൺകുട്ടിയും കേൾക്കും, പെൺകുട്ടി വരുന്ന സമയത്ത് ആൺകുട്ടിയുടെ റെക്കോർഡ് പെൺകുട്ടിയും കേൾക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി സമയത്ത് ആൺകുട്ടിയോട് യാത്ര പറഞ്ഞ് അച്ഛനും അമ്മയും അവരുടെ ഗ്രാമത്തിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ പിറ്റേ ദിവസം അവർ ആക്സിഡന്റിൽ പറ്റി മരിച്ചു എന്നുള്ള വാർത്ത പെൺകുട്ടിയാണ് അറിയുന്നത്. അവൾ അന്നത്തെ ദിവസം തന്നെ ഒരാണ് ചെയ്യേണ്ട കടമകളെല്ലാം നിർവഹിച്ച് അവരുടെ കർമ്മങ്ങളെല്ലാം ചെയ്ത് സെറ്റ് ആവുന്നുണ്ട്. പക്ഷെ 6 മണി ആയപ്പോ എണീറ്റ് ആൺകുട്ടി കാണുന്നത് ഫോട്ടോയിൽ മാല ഇട്ടിരിക്കുന്ന അച്ഛനെയും അമ്മയാണ്. അതുകൊണ്ട് തന്നെ അവനക്ക് ആ ഒരു പെൺകുട്ടിയോട് വലിയ ദേഷ്യം തോന്നുന്നുണ്ട്. ഒരു ദിവസം പോലും നിനക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റിയില്ലേ, എനിക്ക് അച്ഛനെയും അമ്മയും കാണാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ ഇനി ആ ഒരു പെൺകുട്ടിയോട് മിണ്ടില്ലാന്നും ശത്രുക്കളാണെന്നും തീരുമാനം എടുക്കാണ്. ഇപ്പൊ ഹീറോയിന്റെ ഇന്റേൺഷിപ്പിന് വേണ്ടി അവൾ അവിടെ നിന്ന് മാറി വേറെ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഇന്റേൺഷിപ്പ് പോകുന്ന ആ ഒരു സ്ഥലത്ത് കാർത്തിക് എന്ന് പറഞ്ഞ ഒരു പയ്യൻ ഉണ്ടായിരുന്നു. അവനാന്ന് വെച്ചാൽ ആ പെൺകുട്ടികളോടും ആദ്യം പോയി അങ്ങോട്ട് സംസാരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ ഹീറോയിനോടും വന്ന് അവൻ സംസാരിക്കുന്നുണ്ട്. അവളോട് ഒരു കപ്പ് കോഫി കുടിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൻ നോ താങ്ക്സ് എന്ന് പറയാണ്. കമ്പനിയിൽ HR അവളെ വിളിച്ച് അവളെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. കാർത്തികിന്റെ ഗ്യാങ്ങിൽ തന്നെയാണ് അവളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. കാർത്തികിന് മാത്രം അവള് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അവന്റെ സ്വഭാവം ഏകദേശം അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഹീറോയിൻ ജോലി കിട്ടിയ കാര്യം ഹീറോനെ അറിയിക്കുന്നുണ്ട്. ആ ഒരു വോയിസ് റെക്കോർഡിൽ എന്റെ പഠിപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നതെന്നും നിന്റെ നിത്യചെലവുകൾ കൊണ്ടുപോകാനായിട്ട് നീ എന്തെങ്കിലും ജോലി കണ്ടെത്തിക്കോ, അല്ലാതെ നിന്നെ തീറ്റിപ്പോറ്റാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് അവള് പറയാണ്. ഇത് അവൻ കേൾക്കുന്നുണ്ട്. അവൾ ഇപ്പോഴല്ലേ ജോലിക്ക് പോകാൻ തുടങ്ങിയത്. ഇവന് ഓൾറെഡി ഒരു ബാറില് ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് അവനക്ക് രാജുബായ് എന്ന് പറഞ്ഞ ഒരു കോടീശ്വരനെ ഫ്രണ്ട് ആയിട്ട് കിട്ടുന്നുണ്ട്. ഈ രാജുബായിക്ക് ബാർ ഹീറോന്റെ മിക്സിംഗ് വളരെ ഇഷ്ടപ്പെടാണ്. ഇപ്പൊ നമ്മുടെ കഥയിലെ പ്രിയ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ കാണിക്കുന്നുണ്ട്. പ്രിയയെ കണ്ടപാടെ ഹീറോക്ക് എന്തോ വലിയ ഇഷ്ടം തോന്നാണ്. പ്രിയ എടുത്ത ഫോട്ടോകളിലെല്ലാം ഹീറോ ഒളിഞ്ഞും മളിഞ്ഞും നോക്കുന്നുണ്ടെന്നുള്ള കാര്യം പ്രിയക്ക് മനസ്സിലാവുന്നുണ്ട്. അവള് ചെന്ന് അവനോട് എന്താ എന്ന് ചോദിക്കാണ്. അങ്ങനെ അവര് പരസ്പരം സംസാരിക്കുന്നുണ്ട്. രാജുബായിയുടെ കൂടെയാണ് അന്ന് അവന്റെ റൂമിലേക്ക് വരുന്നത്. രാജുബായും അവന്റെ ഒപ്പം വന്ന് കിടക്കുന്നുണ്ട്. പക്ഷെ പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ രാജുബായി കാണുന്നത് അവന്റെ അടുത്ത് ഒരു പെണ്ണ് കിടക്കുന്നതാണ്. അവൻ ഒച്ചെടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഹീറോയിൻ ആയിരുന്നല്ലോ. രാവിലെ ആവുമ്പോ അത് ഹീറോയിൻ ആയിട്ട് മാറും. അവള് രാജുബായിനോട് ആരാണെന്ന് ചോദിച്ച് ഒച്ചെടുക്കാണ്. അവൻ അവിടെ നിന്ന് പുറത്താക്കുന്നുണ്ട്. സെയിം ഇപ്പൊ ഹീറോ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് തന്നെയാണ് ഹീറോയിന്റെ മേത്തുള്ളത്. അത് ഭയങ്കര ലൂസായിരുന്നു അവൾക്ക്. ഇതുകൊണ്ട് തന്നെ രാജുബായിക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. അവൻ വന്ന് കിടന്നത് ഹീറോന്റെ കൂടെയാണ്.
പക്ഷെ അവന്റെ ഒപ്പം ഇപ്പോൾ ഉള്ളത് ഹീറോയിൻ ആണ്. ഒന്നും മനസ്സിലാവാതെ തന്നെ അവൻ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ഇവരുടെ ഈ ഒരു ജെനറ്റിക് ഇഷ്യൂനെ പറ്റിയിട്ട് ഹീറോയിൻ എന്തോ റിസർച്ച് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ഇവളിങ്ങനെ ചെയ്യുന്ന സമയത്ത് കാർത്തിക് അവിടേക്ക് വരുന്നുണ്ട്. കാർത്തിക് കാണാതെ അവള് അത് മറച്ചു പിടിക്കാണ്. അത് അവളുടെ പേഴ്സണൽ ഡാറ്റ ആണെന്നും സമയമാകുമ്പോ പറയാമെന്നാണ് അവള് പറയുന്നത്. കാർത്തിക് ഇപ്പോഴും അവള് ട്രൈ ചെയ്തോണ്ടേ ഇരിക്കുകയാണ്. കോഫി കുടിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. കാർത്തികിന്റെ കോമഡി ബിഹേവിയർ ആയതുകൊണ്ട് തന്നെ ഹീറോയിന് അവനോട് എന്തോ ഒരു താല്പര്യം തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ കൂടെ കോഫി കുടിക്കാനായിട്ട് പോവാണ്. ഇപ്പൊ ഒരു ദിവസം 6 മണി ആവാനായപ്പോ രാജുഭായ് ഹീറോയിനെ വിളിക്കാനായിട്ട് അവന്റെ റൂമിലേക്ക് വരാണ്. പക്ഷെ ഈ സമയത്ത് ഹീറോയിൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. 6 മണി ആകാൻ ഇനി ആകെ 5 മിനിറ്റ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആരെയും അകത്ത് കയറ്റാൻ പാടില്ല എന്ന് ഹീറോയിൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവള് കഥ തുറന്നിട്ട് ഹീറോ ഇവിടെ ഇല്ല പൊക്കോളാൻ പറഞ്ഞ് കഥ കടച്ചിടുന്നുണ്ട്. പക്ഷെ ആ ഒരു കഥക്ക് ശരിക്ക് കുറ്റിയിടാനായിട്ട് അവള് വിട്ടുപോയതുകൊണ്ട് തന്നെ രാജുഭായ് അകത്തേക്ക് കയറാണ്. ഈ സമയത്ത് അവളാന്ന് വെച്ചാല് 6 മണി ആയതും ഹീറോ ആയിട്ട് മാറുന്നുണ്ട്. ഇത് കണ്ട രാജുഭായ് ആകെ ഷോക്ക് ആവുന്നുണ്ട്. സംഭവം എന്താണെന്നുള്ളതിന്റെ ഫുൾ എക്സ്പ്ലനേഷൻ ഹീറോ അവനക്ക് പറഞ്ഞു കൊടുക്കാണ്. രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ അവനൊരു പെണ്ണായിരിക്കുമെന്നും വൈകിട്ട് 6 മണി തൊട്ട് പിറ്റേ ദിവസം രാവിലെ 6 മണി വരെ അവൻ ഈ ഒരു ഹീറോ രജനി ആയിരിക്കുമെന്ന് അവനെ പറഞ്ഞ് മനസ്സിലാപ്പിക്കുന്നുണ്ട്. പക്ഷെ ഒരു ദിവസം ഹീറോന്റെ അടുത്ത് വന്ന പ്രിയ ഡ്രിങ്ക്സ് മിക്സ് ചെയ്ത് തരാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അവര് സംസാരിക്കുകയും നല്ല കമ്പനി ആവുകയും ചെയ്യാണ്. അവളുടെ അമ്മ ചെറുപ്പത്തിൽ തന്നെ മരിച്ചും പോയി. അച്ഛനാന്ന് വെച്ചാൽ വേറെ കല്യാണം കഴിച്ചും പോയി. അതുകൊണ്ട് തന്നെ അവൾക്കെന്ന് പറയാനായിട്ട് ആരുമില്ല. ആ ഒരു വിഷമം മാറ്റാനാണ് അവൾ ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുന്നത്. ഒരു ദിവസം കാർത്തിക് ആന്ന് വെച്ചാൽ ഹീറോയിനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അവന് ഒരുപാട് പെണ്ണുങ്ങളോട് കോഫി കുടിക്കാൻ വരുന്നുണ്ടോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ഹീറോയിൻ വരുന്നതിന് മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അവനക്ക് ഹീറോയിനോട് മാത്രമേ ഒരു ഇഷ്ടം തോന്നുന്നുള്ളൂ. അതുകൊണ്ട് നീ ഇതിന് സമ്മതിക്കണം എന്നും അവളോട് പറയുന്നുണ്ട്. അവൾക്കും ഓൾറെഡി എന്തോ കാർത്തികിനോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. പ്രിയ ഒരു ദിവസം ഹീറോനെ അവന്റെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നേരം വെളുക്കാനായതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പോകാനായിട്ട് അവനക്ക് എന്തായാലും പറ്റില്ല. അതുകൊണ്ട് അവളോട് മനസ്സില്ല മനസ്സോടെ യാത്ര പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയിൻ ഓഫീസിൽ ജോലി ചെയ്ത് സമയം പോയത് അറിഞ്ഞില്ല. 5 മണിയാകാനായി ഇനി ആകെ അരമണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ. അവള് വേഗം തന്നെ വീട്ടിലെത്താനുള്ള പരിശ്രമത്തിലായിരുന്നു. അവളെ കമ്പനിയുടെ HR അവളെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നുണ്ട്. അവസാനം അവനക്ക് എന്തോ ഒന്നും മനസ്സിലാവുന്നുണ്ട്. ഹീറോയിന്റെ DNA തമ്മില് എല്ലാം മാച്ച് ആണെന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കാണ്. ഹീറോയിൻ ഇപ്പൊ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ക്യാബ് ബുക്ക് ചെയ്തിട്ട് വേഗം വീട്ടിലെത്താൻ ധൃതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടേക്ക് HR വരുന്നുണ്ട്. HR അവളോട് അകത്തേക്ക് കയറാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഡ്രോപ്പ് ചെയ്യാന്ന് പറയാണ്. അവളും വേഗം തന്നെ വീട്ടിലെത്താനായി HR കൂടെ പോകുന്നുണ്ട്. പക്ഷെ ഇപ്പൊ 5:55 ആയിട്ടുണ്ടായിരുന്നു. ഇനി ആകെ 5 മിനിറ്റ് ഉള്ളൂ. അവിടെ ആണെങ്കിൽ ഭയങ്കര ട്രാഫിക്കും. അതുകൊണ്ട് തന്നെ HR അവള് വണ്ടി നിർത്താനായി ആവശ്യപ്പെടുന്നുണ്ട്. HR നിർത്താതായപ്പോ അവളൊന്ന് ചൂടായതിനു ശേഷം നിർത്താനായിട്ട് പറയാണ്. പേഴ്സണൽ ആയിട്ട് ഒരു കാര്യമുണ്ട്, അതുകൊണ്ടാണ് സാർ ഒന്നും വിചാരിക്കരുതെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഓടിപ്പോകാണ്. ആ സമയത്ത് HR ആർക്കോ ഫോൺ ചെയ്തിട്ട് ഞാൻ പറഞ്ഞ പോലെ എല്ലാം ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ വഴിയിൽ പോയ കുറച്ച് ആൾക്കാർ അവളോട് മോശം രീതിയിൽ പെരുമാറുകയും അവളെ ഓടിപ്പിച്ചിടുകയും ചെയ്യാണ്. ആ സമയത്ത് 6 മണി ആവുകയും ആ ഒരു സെയിം ചുരിദാറിൽ തന്നെ ഹീറോ അവിടെ പ്രത്യക്ഷപ്പെട്ട് അവളെ ഉപദ്രവിക്കാൻ വന്ന ആൾക്കാരെ എല്ലാം തല്ലി ചതച്ചിടുന്നുണ്ട്. എന്നിട്ട് കീറി പറഞ്ഞ ആ ഒരു ചുരിദാറോടുകൂടി തന്നെ വീട്ടിലേക്ക് പോകാണ്. വീട്ടിലെത്തുമ്പോ പ്രിയ അവനക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പ്രിയ വന്നിട്ട് കുറച്ചു നേരം ആയിട്ടുണ്ടായിരുന്നു. അവൾക്ക് അവന്റെ വീട് കാട്ടിക്കൊടുത്തത് രാജുഭായ് ആയിരുന്നു. വീട്ടിലേക്ക് കയറുന്ന സമയത്താണ് പ്രിയ ശ്രദ്ധിക്കുന്നത് ആ വീട്ടിൽ മൊത്തം ലേഡീസിന്റെ സ്റ്റെപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. കുറെ സാധനങ്ങള് ഇന്നേഴ്സ് അടക്കം ലേഡീസിന്റേതായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോനെ അവള് തെറ്റിദ്ധരിക്കുകയാണ്. അവൻ വേറെ ഒരു പെണ്ണിനായിട്ടാണ് റൂം ഷെയർ ചെയ്യുന്നതെന്നും അവർ തമ്മിൽ വേറെ എന്തോ ബന്ധമുണ്ടെന്നാണ് അവള് കരുതുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയ എല്ലാ ആണുങ്ങളും കണക്കാണെന്നും പറഞ്ഞ് അവിടെ നിന്ന് പിണങ്ങി പോകുന്നുണ്ട്. ഹീറോയിന്റെ കമ്പനിയിലെ HR ഇപ്പോ എന്തോ കണ്ടെത്തിയെന്ന് പറഞ്ഞ് കമ്പനിയിലെ CEO വിളിച്ചു വരുത്തുന്നുണ്ട്. കാർത്തിക് ആ ഒരു വിവരം ഹീറോയിനെ വിളിച്ച് പറയുന്നുണ്ട്. വേഗം തന്നെ ഓഫീസിലേക്ക് എത്താനും പറയാണ്. ആ സമയത്താണ് ഹീറോ റെക്കോർഡ് ചെയ്ത ഒരു റെക്കോർഡ് അവള് കേൾക്കുന്നത്. അവനും പ്രിയൻ തെറ്റാനുള്ള കാരണം ഹീറോയിൻ ആണെന്നും നീ എന്റെ ജീവിതത്തിൽ വന്നതോടുകൂടി എനിക്ക് വല്ലാത്ത പ്രശ്നമാണ് ഉണ്ടാവുന്നത്, നിനക്ക് എന്തെങ്കിലും ഈ ഒരു ഗതി വരുമെന്നെല്ലാം അവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കേട്ട പ്രിയക്കോ എന്തോ പോലെ ആവുന്നുണ്ട്. കാരണം അവളും കാർത്തികിനെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. ഈ ഒരു വിവരം കാർത്തിക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന അവൾക്ക് അറിയില്ല. അതുപോലെ തന്നെ താൻ കാരണം ഹീറോന്റെ ലൈഫ് ഇല്ലാതായി പോകോ എന്ന് അവൾക്ക് പേടിയുണ്ടായിരുന്നു. അന്ന് ഓഫീസിൽ വെച്ച് അവള് ഭയങ്കര മൂഡൌട്ടായിരുന്നു. ഒന്നിൽ അവൾക്ക് ശ്രദ്ധ കിട്ടുന്നുണ്ടായിരുന്നില്ല. കാർത്തിക് അപ്പോ കാര്യം എന്താണെന്ന് തിരക്കുന്നുണ്ട്. കാർത്തികിനെയും കൂട്ടിക്കൊണ്ട് അവൾ അവളുടെ വീട്ടിലേക്ക് പോകാണ്. പോകുന്ന വഴിക്ക് പ്രിയയുടെ ആ ഒരു ബോട്ടിക്ക് കയറി പ്രിയയോട് അവൾ എല്ലാ സത്യം തുറന്നു പറയാമെന്ന് കരുതുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം ഹീറോ പറയുന്നത് തന്നെ ആയിരിക്കും ബെറ്റർ എന്ന് അവൾ കരുതുന്നുണ്ട്. നാളെ ഒരു 6 മണിക്ക് ശേഷം ഒരു 5 മിനിറ്റ് ടൈം നീ അവനക്ക് കൊടുക്കണം, എന്നാൽ നിനക്ക് എല്ലാം മനസ്സിലാകുമെന്ന് പ്രിയയോട് അവള് പറയുന്നുണ്ട്. പ്രിയ വിചാരിക്കുന്നത് ഇപ്പൊ ഹീറോയിനാണ് നമ്മുടെ ഹീറോന്റെ ഗേൾഫ്രണ്ട് എന്നാണ്.
കാർത്തികിനെയും കൂട്ടിക്കൊണ്ട് അവള് നേരെ അവളുടെ വീട്ടിലേക്കാണ് പോകുന്നത്. കാർത്തിക് നോക്കുമ്പോൾ എന്താ ആ ഒരു വീട്ടിൽ മുഴുവൻ ജെൻസിന്റെ സ്റ്റെപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവൻ പക്ഷെ അത് സില്ലി ആയിട്ട് വീടാണ്. ഓ, നീ ഒരു ബോയിനെ ആയിട്ടാണല്ലേ റൂം ഷെയറിംഗ് ചെയ്യുന്നത്, പക്ഷെ എനിക്ക് കുഴപ്പമില്ല, നിന്നെ എനിക്ക് വിശ്വാസമാണെന്ന് കാർത്തിക് അവളോട് പറയുന്നുണ്ട്. അവളും ഇപ്പോ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാനായിട്ട് പോകുന്നുണ്ടെങ്കിലും കാർത്തിക് പെട്ടെന്ന് അവളെ കയറി കിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ 6 മണി ആവുന്നുണ്ട്. ആ ഒരു കിസ് ചെയ്യുന്ന ടൈമിൽ തന്നെ അതൊരു ആണായിട്ട് മാറാണ്. ഇപ്പൊ കാർത്തികിനൊന്നും തന്നെ പിടി കിട്ടുന്നുണ്ടായിരുന്നില്ല. നീ ആരാണെന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഹീറോ തിരിച്ച് ആ ഒരു ചോദ്യം ചോദിക്കുമ്പോ ഞാൻ രജനിയുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് അവൻ പറയാണ്. ഈ സമയത്ത് കാർത്തികിനോട് അവൻ എല്ലാ കാര്യങ്ങളും ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആരെങ്കിലും വിശ്വസിക്കോ? എന്റെ രജനിയെ നിങ്ങൾക്ക് കൂടി എന്തോ ചെയ്തു എന്നാണ് അവൻ പറയുന്നത്. രാജുബായും ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. കാർത്തികിനിപ്പോ ഒന്നും പിടിയിട്ടാത്തോണ്ട് തന്നെ അവൻ എന്റെ രജനി എവിടെയെന്നും വിചാരിച്ചിട്ട് അവൾ ഇനി കാണാൻ പറ്റുമോ എന്നുള്ള ആ ഒരു ടെൻഷനിലാണ് തിരിച്ചു പോകുന്നത്. പ്രിയ ആ ഒരു ദേഷ്യപ്പെട്ട് പോയതുകൊണ്ട് തന്നെ അവൾക്ക് എത്ര കോൾ ചെയ്തിട്ടും അവൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അവളെ നേരിട്ട് കാണാനായിട്ട് ഹീറോ എത്തിയിരിക്കുകയാണ്. ഈ സമയത്ത് രാജുബായി ചോദിക്കുന്നുണ്ട്, നിനക്ക് അവളോട് എന്ത് ഇത്ര ദേഷ്യം? അതായത് നമ്മളുടെ ഹീറോയിനോട് എന്തുകൊണ്ടാണ് ഇത്ര ദേഷ്യം? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും സിബ്ലിങ്സ് അല്ലേന്ന്. എന്നാ അവൻ പറയുന്നത് തന്റെ അച്ഛനും അമ്മയും മരിച്ച സമയത്ത് തനിക്കൊരു നോക്കുപോലും കാണാൻ പറ്റാത്ത രീതിയിൽ അവളാണ് ആക്കിയത്. ഞങ്ങളുടെ ജീവിതത്തിൽ ആകെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് അച്ഛനും അമ്മയും മാത്രമാണ്. ചെറുപ്പം മുതലേ എനിക്ക് അവളൊരു ഇടങ്ങേറ് മാത്രമാണെന്നാണ് രാജുബായിയോട് അവൻ പറയുന്നത്. അവന്റെ മനസ്സിൽ അത് വല്ലാതെ തറച്ചിട്ടുണ്ടായിരുന്നു. രാജുബായിക്കും മക്കളില്ലാത്തത് കൊണ്ട് തന്നെ ഹീറോനെ തന്റെ മകനെ പോലെയാണ് അയാളും കാണുന്നത്. തന്റെ സ്വത്തിന് ഒരു അവകാശിയായി എന്നാണ് അവൻ കരുതുന്നത്. ഇപ്പൊ പ്രിയയെ കാണാനായി ഹീറോ അവളുടെ ബോട്ടിക്കിൽ എത്തുന്നുണ്ട്. അവളാന്ന് വെച്ചാൽ ഇപ്പൊ ആ ഒരു ടെൻഷനിൽ ഒരുപാട് കുടിച്ചിട്ടുണ്ടായിരുന്നു. കുടിച്ച് അവൾക്ക് വയ്യാതായി താഴെ വീഴുന്നുണ്ട്. അവൾ ഹോസ്പിറ്റലിൽ എത്തിക്കാനായി ഹീറോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് അവളുടെ ഫ്രണ്ട്സ് വന്ന് അവളെ പൊക്കി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാണ്. ഹീറോ അവിടേക്ക് പോകുന്നുണ്ടെങ്കിൽ അവളുടെ ഫ്രണ്ട്സ് അവളെ കാണാനായിട്ട് സമ്മതിക്കുന്നില്ല. ആ സമയത്താണ് കാർത്തിക്കിന് ഇത് ആലോചിച്ച് പോയോണ്ട് തന്നെ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് അവനും ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നത്. ഹീറോന്റെ അടുത്ത് ചെന്ന് കാർത്തിക്കും എന്റെ രജനി എന്തെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാ ഇത് ബെസ്റ്റ് ടൈം അല്ല, നീ പൊക്കോ, അല്ലെങ്കിൽ എന്റെ കയ്യിലിരിക്കുന്ന മുഴുവൻ നിനക്ക് കിട്ടുമെന്നും പറഞ്ഞ് കാർത്തിക്കിനെ ഹീറോ അവിടെ നിന്ന് പറഞ്ഞയക്കാണ്. ആ സമയത്താണ് ഹീറോയിൻ റെക്കോർഡ് ചെയ്ത് വെച്ച ഒരു വോയിസ് ഹീറോ കേൾക്കുന്നത്. നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരോട് നമ്മൾ എന്തായാലും സത്യസന്ധമായിട്ട് തന്നെ ഇരിക്കണമെന്നും ഞാനും ഒരാളെ സ്നേഹിക്കുന്നുണ്ട്, അയാളോട് ഞാൻ എല്ലാം തുറന്നു പറയാനായിട്ട് പോവാണ്. അതുപോലെ നീയും പ്രിയയോടെല്ലാം തുറന്നു പറയണം. പ്രിയയെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അവള് നല്ല കുട്ടിയാണ്, നിന്നെ അവളെ എന്തായാലും മനസ്സിലാക്കുന്നൊക്കെ. അതുകൊണ്ട് തന്നെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഹീറോയിൻ പറഞ്ഞ കാര്യം എടുത്ത് ഹീറോ എന്ന് വെച്ചാൽ കാർത്തികിനെ കൂട്ടിക്കൊണ്ട് അവന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ 6 മണി ആകാനായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഹീറോയിൻ വരുമെന്ന് ഹീറോക്ക് അറിയായിരുന്നു. അതുകൊണ്ട് ശ്രദ്ധിച്ച് കാണാനായിട്ട് കാർത്തികിനോട് ആവശ്യപ്പെടുന്നുണ്ട്. 6 മണി ആയതും ഹീറോ നേരെ ഹീറോയിൻ ആയിട്ട് മാറുന്നുണ്ട്. ഇവരുടെ ജെനറ്റിക്സിലുള്ള എന്തോ ഒരു പ്രശ്നമാണ് ഇതെന്ന് കാർത്തികിന് മനസ്സിലാവാണ്. പക്ഷെ ഇപ്പോഴും അവൻ അന്താളിച്ച് നിൽക്കാണ്. ഹീറോയിന് ശരിക്കും കാർത്തികിനോട് നല്ല ഇഷ്ടമുണ്ടായിട്ട് പോലും ഈ ഒരു കാരണം കൊണ്ടാണ് അവൾ അവനോട് അത് തുറന്നു പറയാതിരുന്നത്. ഈ കാര്യങ്ങളെല്ലാം കാർത്തികിനോട് പറയുമ്പോ എന്തൊക്കെ വന്നാലും നിന്റെ ജീവിതത്തില് എപ്പോഴും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. എല്ലാവർക്കും 24 മണിക്കൂർ ഉണ്ട്, നമുക്ക് പക്ഷെ 12 മണിക്കൂറുള്ളൂ, അത്രയല്ലേ ഉള്ളൂ, അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അന്ന് അവര് രണ്ടുപേരും സന്തോഷത്തോടു കൂടി അവിടെ ഒന്നായിട്ടിരിക്കുകയാണ്. അവള് ലൈഫിൽ ഫസ്റ്റ് ടൈം ഇത് ചെയ്തതുകൊണ്ട് തന്നെ അവൾക്ക് പീരീഡ്സ് ആവുന്നുണ്ട്. 24 വയസ്സിലാണ് ഇപ്പൊ അവൾക്ക് ആദ്യമായിട്ട് പീരീഡ്സ് ആവുന്നത് തന്നെ. എനിക്ക് 24 വയസ്സായി എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ രണ്ടുപേരും ഒന്നായിട്ടിരുന്നത്, ഇത് ഞാൻ മാത്രമല്ല നീയും കുറ്റവാളിയാണെന്ന് എന്തെങ്കിലും കേസ് വരുമെന്ന് വിചാരിച്ചിട്ട് കാർത്തിക് പറയുന്നുണ്ട്. എന്നാ ഹീറോയിൻ പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ എനിക്ക് 24 വയസ്സ് തന്നെ ആയി, പക്ഷെ ഇപ്പോഴാണ് ഫസ്റ്റ് ടൈം ഇതാവുന്നത് എന്നൊക്കെ. അവര് രണ്ടുപേരും കൂടി പിന്നീട് ഇതിനെ കുറിച്ച് റിസർച്ച് ചെയ്യാനായിട്ട് തുടങ്ങാണ്. കാർത്തികിന് ഇപ്പൊ അവളൊന്ന് കെട്ടിപ്പിടിക്കാൻ പോലും പേടിയായിരുന്നു. കാരണം എങ്ങാനും ഹീറോ ആയിട്ട് അത് മാറിയാലോ. ഹീറോയിൻ അങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട്. രാവിലെ ആയപ്പോ രാജുബായി അവൾക്ക് കോൾ ചെയ്യുന്നുണ്ട്. അവൾ ഫോൺ എടുത്ത് നീ എന്തിനാ എനിക്ക് വിളിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. രാജുബായി ശരിക്കും വിളിച്ചത് ഹീറോയിനെ അല്ല ഹീറോനെ ആയിരുന്നു. സംഭവം ഇപ്പൊ രാവിലെ 6:30 ആയിട്ടുണ്ട്. പക്ഷെ ഹീറോയിൻ ഇതുവരെ ഹീറോ ആയിട്ട് മാറിയിട്ടില്ല. അതായത് ലൈഫിൽ ആദ്യമായിട്ട് അവര് ചേഞ്ച് ചെയ്യാതെ ആവാണ്. ഹീറോയിൻ ഇപ്പോ ഹീറോയിൻ തന്നെ ആയിട്ട് നിൽക്കാണ്. ഇതുകൊണ്ട് തന്നെ അവൾക്കും ഷോക്ക് ആവുന്നുണ്ട്. മോർ ഓവർ അവൾക്ക് ഭയങ്കര പേടിയാവാണ് ചെയ്തത്. കാർത്തികിനെ അവള് വേഗം വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. അവര് രണ്ടുപേരും ഒന്നായിരുന്ന് അവൾക്ക് പീരീഡ്സ് ആയതിനു ശേഷമാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ലൈഫിൽ ഒരു വട്ടം പോലും അവരുടെ ടൈമിങ് തെറ്റിയിട്ടുണ്ടായിരുന്നില്ല. ജനിച്ച പിന്നെ അവൾ ഇന്നേ വരെ രാത്രി കണ്ടിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ ഹീറോയും രാവിലെ കണ്ടിട്ടില്ല. ഈ ഒരു സംഭവം യൂട്ടിലൈസ് ചെയ്യാമെന്ന് കരുതി കാർത്തിക് ഹീറോയിന് രാത്രി കാട്ടി കൊടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നുണ്ട്. ചന്ദ്രനെ പോലും ഹീറോയിൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. ഹീറോയിൻ ഇപ്പൊ രാത്രി നന്നായി തന്നെ ആസ്വദിക്കുന്നുണ്ട്. ഹീറോ ഇപ്പൊ തിരിച്ചു വരാത്തോണ്ട് തന്നെ ഹീറോയിനും പതിയെ
പതിയെ പതിയെ അവനെ മിസ് ചെയ്യാനായിട്ട് തുടങ്ങാണ്. വീട്ടില് അവന്റെ ഷർട്ടും പാൻസ് ഒക്കെ കാണുമ്പോ അവനെ കുറിച്ച് അവൾ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ 4 ദിവസം അങ്ങനെ കടന്നു പോവാണ്. ഇപ്പൊ രാവിലെ ആയപ്പോ രാജുഭായി അവനക്ക് കോൾ ചെയ്യുന്നുണ്ട്. കോൾ എടുക്കുന്നത് ഹീറോ ആയിരുന്നു. അതായത് ഇപ്പൊ 4 ദിവസത്തിന് ശേഷമാണ് ഹീറോ ആ ഒരു രൂപത്തിലേക്ക് വന്നത്. അവൻ ആ ഒരു രൂപത്തിൽ എത്തിയ ഉടനെ തന്നെ പ്രിയയെ കാണാനായിട്ട് എത്തുന്നുണ്ട്. മാത്രല്ല അവനക്ക് പ്രിയ ഒരുപാട് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 4 ദിവസമായിട്ടും അവന്റെ വിവരം ഒന്നും അറിയാത്തത് കൊണ്ടാണ് പ്രിയ അവനെ വിളിച്ചോണ്ടേ ഇരുന്നത്. പക്ഷെ അവൻ കോൾ അറ്റൻഡ് ചെയ്യാത്തോണ്ട് തന്നെ അവൾ വലിയ ദേഷ്യത്തിലായിരുന്നു. പിന്നെ പ്രിയയെ അവൻ വിളിച്ചിട്ടാണെങ്കിൽ അവൾ കൊടുക്കുന്നില്ല കോൾ. രാജുഭായിന്റെ ഫോണിൽ നിന്ന് പ്രിയക്ക് അവൻ കോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൾ എവിടെയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി അവൻ അവിടേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ സമയം 5:55 ആയിട്ടുണ്ടായിരുന്നു. 6 മണിയാവുമ്പോ അവൻ ഹീറോയിൻ ആയിട്ട് മാറുമെന്ന് അവനക്ക് ഉറപ്പായിരുന്നതുകൊണ്ട് തന്നെ പ്രിയയെ മാറ്റി വേറൊരു സ്ഥലത്തേക്ക് നിർത്തിയതിനു ശേഷം അവൻ കൈയൊന്നും ഞൊടിക്കുന്നുണ്ട്. പക്ഷെ 6 മണിയായിട്ടും അവൻ ഹീറോയിന്റെ രൂപത്തിലേക്ക് പോകുന്നില്ല. പ്രിയ അപ്പോ വെറുതെ എന്നെ കളിയാക്കല്ലേ, നീ എന്തൊക്കെ പറയുന്നതെന്ന് ചോദിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ ഒരു കാര്യം ആലോചിച്ച് ഹീറോക്കാന്ന് വെച്ചാൽ ഇപ്പൊ ഭയങ്കരമായിട്ട് നെഞ്ച് വേദനിക്കുന്ന പോലെ തോന്നാണ്. പെട്ടെന്ന് അവൻ ഹീറോയിന്റെ രൂപമായിട്ട് മാറുന്നുണ്ട്. ഇപ്പൊ പ്രിയ ഉള്ള ആ ഒരു സ്ഥലത്താണ് അവൾ ഉള്ളത്. അവൾക്ക് അറിയുന്നില്ല അവൾ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന്. മാത്രല്ല അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സും ഹീറോയിന്റെ ആയിരുന്നു. അതെങ്ങനെയെങ്കിലും അവൾക്ക് മാറ്റണമല്ലോ. അതുകൊണ്ട് തന്നെ കാർത്തിക്കിനെ അവൾ കോൾ ചെയ്യുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുന്ന അറിയാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു റൂമിൽ കയറി അവൾ ഇരിക്കുന്ന സമയത്ത് ആരോ വന്ന് അവൾ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ സമയത്ത് അവൾക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നി. അവളുടെ ഹൃദയമെടുപ്പ് കൂടുന്നുണ്ട്. ആ സമയത്ത് ഹീറോ പുറത്തേക്ക് വരാണ്. രൂപ അങ്ങനെ മാറുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് കാർത്തിക് വരുന്നുണ്ട്. കാർത്തിക് ഇപ്പൊ ഹീറോനോട് ഞങ്ങൾ ഒന്നായിരുന്നതിന് ശേഷമാണ് അവൾക്ക് പീരീഡ്സ് വന്നതും അപ്പൊ മുതലാണ് ഈ ഒരു ചേഞ്ച് ഉണ്ടായതെന്നെല്ലാം കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ കാർത്തികിനോട് അവൾക്ക് വലിയ ദേഷ്യമാവുന്നുണ്ട്. അവർ രണ്ടുപേരും അവിടെ അടി കൂടുന്നതിന്റെ ഇടയിൽ അറിയാതെ കാർത്തികിന്റെ കൈ തട്ടി ഹീറോ ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് വീഴാണ്. അവൻ പൂളിലേക്ക് വീഴുന്നതിനും തൊട്ട് മുന്നേ തന്നെ അവന് പെണ്ണായിട്ട് മാറുന്നുണ്ട്. ഇപ്പൊ കാർത്തിക് അവിടേക്ക് വന്നിട്ടാണ് അവളെ വെള്ളത്തിൽ നിന്ന് കയറ്റുന്നത് പോലും. പ്രിയ ഇപ്പൊ കാർത്തികിനെയും ഹീറോയിനെ അവിടെ കണ്ടിട്ട് ആകെ ഷോക്കായി നിൽക്കാണ്. ആരാണ് ഇങ്ങോട്ട് വിളിച്ചതെന്ന് പ്രിയ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് പ്രിയയോട് നടന്ന കാര്യങ്ങളെല്ലാം കാർത്തിക് പറയുന്നുണ്ടെങ്കിലും ഇതെന്താണ് വല്ല ഫാന്റസി മൂവിയാണോ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുന്ന എന്തെങ്കിലും നുണ പറയാനായിട്ട് പറയുന്നുണ്ട്. പ്രിയ എങ്ങനെയെങ്കിലും ഇത് മനസ്സിലാക്കാനായിട്ട് ആകെ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. കാർത്തിക് ഹീറോയിനോട് ഒന്ന് സോറി പറഞ്ഞതിന് ശേഷം അവളെ വീണ്ടും വെള്ളത്തിലേക്ക് തട്ടിയിടുന്നുണ്ട്. അവളുടെ ഹൃദയം എടുപ്പത് കൂടുമ്പോ അവൾ ആ ഒരു ആണായിട്ട് ചേഞ്ച് ചെയ്യാണ്. ഇപ്പൊ പ്രിയക്കും കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്. അവള് ഹീറോനെ ഇട്ടിട്ട് പോകുകയൊന്നും ചെയ്തില്ല. ഭയങ്കര കൂൾ ആയിട്ടാണ് അവൾ അത് കാണുന്നത്. എന്തോ ഒരു ഇമോഷണൽ റെസ്പോൺസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ചേഞ്ച് ഉണ്ടായതെന്ന് കാർത്തിക് പറയുന്നുണ്ട്. എന്നാൽ കാർത്തിക്കിനോടുള്ള ദേഷ്യം കൊണ്ടാണെങ്കിൽ ഹീറോ ഇതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ രണ്ടുപേരും സംസാരിക്കുന്നോടത്ത് നിനക്ക് എന്താ കാര്യം, ഇവിടെ നിന്ന് പോകാനായിട്ട് കാർത്തികിനോട് ഹീറോ പറയുന്നുണ്ട്. കാർത്തിക് എന്നാ പറയുന്നുണ്ട്, നിങ്ങൾ ഇമോഷണലി പ്ലീസ് കണക്ട് ആവരുത്. നിങ്ങൾ രണ്ടുപേരും അറ്റാച്ച്ഡ് ആയിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് ഒന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കാം. ആ ഒരു ദേഷ്യത്തിലെ ഹീറോ പ്രിയയെ ഒന്ന് കിസ് ചെയ്യുന്നുണ്ട്. കിസ് ചെയ്തതും ഹീറോ നേരെ ഹീറോയിനായിട്ട് ചേഞ്ച് ചെയ്യാണ്. ഇതുകൊണ്ട് തന്നെ അവർ വലിയ ഷോക്കിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനുള്ള ഒരു പോംവഴി എന്തായാലും കണ്ടുപിടിച്ചേ പറ്റൂ. കാർത്തിക് അതിനുള്ള ഒരു പോംവഴി കണ്ടുപിടിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോ പ്രിയ രജനി വന്നിട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കണമെന്ന് പറയുന്നുണ്ട്. നിന്നെ അറിയിക്കേണ്ട കാര്യമില്ല, അവൻ വന്നാ ഉടനെ നിന്റെ അടുത്ത് കയറിക്കും അവൻ ഓടി വരാനായിട്ട് പോകുന്നതെന്നും പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പൊ ഹീറോയിനായിട്ട് മാറാൻ വലിയ താമസമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവരുടെ ആ ഒരു ഹാർട്ട് ബീറ്റിന്റെ ഫംഗ്ഷനിങ് മാറുന്നതിനനുസരിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടൈം ഇല്ലാതെ ചേഞ്ച് ആവാനായിട്ട് തുടങ്ങാണ്. കാർത്തിക് എന്ന് വെച്ചാൽ ഇതിനെ കുറിച്ച് കുറെ റിസർച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ ഓഫീസിൽ ഹീറോയിനും കാർത്തിക്കും കൂടി എന്തോ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അത് ഹീറോ ആയിട്ട് മാറുന്നുണ്ട്. അങ്ങനെ അവസാനം കാർത്തിക് അതിനുള്ള മരുന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. ഈ സമയത്ത് CEO ഹീറോയിനെ വിളിപ്പിച്ചുകൊണ്ട് അവളുടെ ജോലി പെർമനന്റ് ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ എപ്പോഴാണ് നീ ആണായിട്ട് മാറുന്നതെന്നും ചോദിക്കാണ്. ആക്ച്വലി ഈ ഒരു CEOക്ക് കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു. പണ്ട് ഇവര് ജനിച്ച ഉടനെ തന്നെ അച്ഛനും അമ്മയും എന്തോ ഒരു പനി അങ്ങാണ്ട് വന്നപ്പോ ഇവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആ സമയത്ത് ഈ ഒരു ഡോക്ടർ പരിശോധിക്കുന്ന സമയത്ത് അതൊരു ആൺകുട്ടിയാണെന്നും പിന്നെ അതൊരു പെൺകുട്ടിയായിട്ട് മാറിയെന്നും ഡോക്ടർ കണ്ടുപിടിക്കുകയാണ്. ആ കുട്ടികളുടെ DNA വെച്ചിട്ട് റിസർച്ച് ചെയ്യാൻ വേണ്ടി ആ ഒരു ഡോക്ടർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ഇത് മനസ്സിലാക്കിയ അച്ഛനും അമ്മയും ആ കുട്ടികളെ എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാണ് ചെയ്തത്. ഇപ്പൊ അവർക്ക് കോടികളുടെ ബിസിനസ് ഇതിൽ നിന്ന് ഉറപ്പിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ഒരു ക്ലയന്റ് മീറ്റിംഗിൽ ഹീറോയിനോട് രൂപ മാറി കാണിക്കാനായി CEO പറയുന്നുണ്ട്. എന്നാൽ ഒന്നും അറിയാത്ത പോലെ ഹീറോയിൻ അഭിനയിക്കാണ്. ദേഷ്യം വന്ന CEO ഒച്ചയെടുത്തതും ഹാർട്ട് ബീറ്റ് കൂടിക്കൊണ്ട് അവൾ ഒരു ആണായിട്ട് മാറുന്നുണ്ട്. അത് മാത്രമല്ല ഈ ഒരു CEO ഇവരെന്തോ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ആണായിട്ട് മാറിയതെല്ലാം വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം ഹീറോയിൻ അവളുടെ ഫോണിൽ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പൊ വന്ന ഹീറോ കാണുന്നുണ്ട്. അത് ഡിലീറ്റ് ചെയ്യാനായിട്ട് CEOട് അവന് ആവശ്യപ്പെടാണ്. CEO ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. പക്ഷെ അത് വിശ്വാസമില്ലാത്ത ഹീറോ ആ ഒരു CEOന്റെ ലാപ്ടോപ്പും തല്ലിപ്പൊട്ടിച്ച് ഒന്നിനും ഞങ്ങൾ സഹകരിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അവൻ വന്ന ഉടനെ പ്രിയയെ കാണാനായിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് പ്രിയ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് വരാണ്. എന്നാൽ അവളൊന്ന് തൊടാൻ പോലും അവനക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. എങ്ങാനും അപ്പൊ അവൻ ഹീറോയിനായിട്ട് മാറിയാലോ. പക്ഷെ
പ്രിയയുടെ കയ്യിൽ അതിനുള്ള മരുന്നുണ്ടായിരുന്നു. കാർത്തിക് അവളെ ഏൽപ്പിച്ചതാണ്. ഒരു ദിവസത്തിലാകെ 3 മെഡിസിൻ മാത്രമേ ഒരു ബോഡിക്ക് താങ്ങുള്ളൂ, അത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞ് കാർത്തിക് പ്രിയയെ 3 മെഡിസിൻ മാത്രമേ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു മെഡിസിൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ 4 മണിക്കൂർ വരെ ആണായിട്ട് തന്നെ നിലനിൽക്കാനായിട്ട് പറ്റും. അങ്ങനെ ആ ഒരു മെഡിസിൻ ഹീറോ കഴിക്കുന്നുണ്ട്. അന്ന് അവര് രണ്ടുപേരും അവിടെ സന്തോഷത്തോടുകൂടി ഒന്നായിട്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ പ്രിയക്ക് എന്തോ ഒരു കോള് വന്നിട്ട് ഹീറോനെ കൂട്ടിക്കൊണ്ട് അവൾ അവിടേക്ക് പോകുന്നുണ്ട്. അവളുടെ കടയിൽ ജോലി ചെയ്യുന്ന ലക്ഷ്മി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റിൽ മരിച്ചു പോവാണ്. ഇതുകൊണ്ട് തന്നെ ഹീറോക്ക് ആ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല. അവൻക്കപ്പോ അവന്റെ അച്ഛന്റെ അമ്മയുടെയും ഓർമ്മ വരുന്നുണ്ട്. ലക്ഷ്മി കരയുന്നത് കണ്ടിട്ട് ഹീറോക്ക് ഹീറോയിൻ കരയുന്നത് പോലെയാണ് തോന്നുന്നത്. തന്റെ അച്ഛനും അമ്മയും മരിച്ച ദിവസം ഹീറോയിൻ ഒറ്റയ്ക്കൊരു പെണ്ണായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകുമെന്ന് ഹീറോ ഈ സമയത്താണ് ആലോചിക്കുന്നത്. ഈ മരിച്ച ആൾക്കാർക്ക് ഒരു മകള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മകനില്ലാത്തത് കൊണ്ട് കൊള്ളി വെക്കാൻ ആളുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഹീറോ അവിടേക്ക് വന്ന് അവളുടെ കൈ പിടിച്ച് രണ്ടുപേരും കൂടിയാണ് കൊള്ളി വെക്കുന്നത്. അവന്റെ മനസ്സിലുണ്ടായിരുന്ന അച്ഛന്റെ അമ്മയുടെയും കർമ്മങ്ങളൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ ആ ഒരു കുറ്റബോധം ഇതോടുകൂടി ഇല്ലാതാവാണ്. പ്രിയയോട് അവൻ കരഞ്ഞോണ്ട് പറയുന്നുണ്ട് അന്നത്തെ ആ ഒരു ദിവസം ഹീറോയിൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന്. അവളുടെ കഷ്ടപ്പാടെല്ലാം അവൻ മനസ്സിലാക്കി. ഇപ്പൊ അവളോടുണ്ടായിരുന്ന ദേഷ്യം മുഴുവൻ അവൻക്ക് സ്നേഹമായിട്ട് മാറുന്നുണ്ട്. പ്രിയയോട് യാത്ര പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകാണ്. കാരണം പ്രിയയുടെ കയ്യിലുണ്ടായിരുന്ന മെഡിസിൻ തീർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കാർത്തികിനെയാണ് കാണിക്കുന്നത്. കാർത്തിക് ആ ഒരു മെഡിസിൻ ഹീറോയിൻ എടുത്ത് കൊടുക്കുന്നുണ്ട്, അവളോട് കഴിക്കാനായിട്ട് പറയാണ്. എന്നിട്ട് നേരെ അവളെ ചന്ദ്രനെ കാണിക്കാനായിട്ട് അവൻ കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഇതുവരെ അവള് ചന്ദ്രനെ കണ്ടിട്ടില്ലായിരുന്നു. അന്നത്തെ ദിവസം അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. അവര് രണ്ടുപേരും സന്തോഷത്തോടുകൂടി കേക്ക് മുറിക്കുന്നുണ്ട്. അങ്ങനെ അവര് തിരിച്ചു വരുന്ന വഴിക്കാണ് ആ ഒരു സിഇഒയുടെ ആൾക്കാർ വന്ന് കാർത്തികിനെ അടിച്ചിട്ട് ഹീറോയിനെ കൊണ്ടുപോകുന്നത്. അവളെ എന്നിട്ട് കെട്ടിയിടുന്നുണ്ട്. അവന്റെ ഒരു റിസർച്ചിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സിഇഒ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു റിസർച്ച് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ഇഞ്ചക്ഷൻ എടുക്കണം. ആ ഇഞ്ചക്ഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് മാത്രമേ ആ ഒരു ശരീരത്തിൽ പ്രവർത്തിക്കാനായിട്ട് പറ്റുള്ളൂ. അവരുടെ ഹാർട്ടുകൾ തമ്മിൽ മാത്രമാണ് ജോയിന്റ് ആയിട്ടുള്ളത്, ബാക്കി എല്ലാം സെപ്പറേറ്റഡ് ആയിരുന്നു. അങ്ങനെ ആ ഒരു സിഇഒ അത് ഉറപ്പിച്ച് ആ ഒരു റിസർച്ച് കണ്ടിന്യൂ ചെയ്യാമെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. കാരണം അവൻക്ക് അതിൽ നിന്ന് കോടികളുടെ ലാഭമാണ് കിട്ടാനിരിക്കുന്നത്. പക്ഷെ ആ ഒരു ബർത്ത്ഡേയുടെ ദിവസം ഹീറോ നോട്ട് ചെയ്തിരുന്ന ആ ഒരു വോയിസ് നോട്ട് ഹീറോയിൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതിൽ അവൻ അവളോട് ഒരുപാട് സോറി പറയുന്നുണ്ട്. അവളെ അവൻ സ്നേഹിക്കുന്നുണ്ടെന്നും നീ എന്റെ കൂടെ പിറപ്പാണെന്നും അവൻ പറയുന്നുണ്ട്. മാത്രല്ല നിനക്ക് എന്തെങ്കിലും എന്നെ വേണമെന്ന് തോന്നിയാല് ഈ ശ്വാസം 2 സെക്കൻഡ് പിടിച്ചു നിർത്തിയാൽ മതി, ഞാൻ ഉറപ്പായും വരുമെന്ന് അവൻ അവൾക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു മെഡിസിനും പിന്നെ വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല അത്രേ. ആ ഒരു ടെക്നിക്ക് അവൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹീറോ അവളുടെ ശരീരത്തിലേക്ക് വന്ന് എല്ലാവരെയും അടിച്ചിടുന്നുണ്ട്. ആ സമയത്ത് സിഇഒ അവന്റെ ഹാർട്ടിനിട്ട് ഒരു കുത്തു കൊടുക്കാണ്. ആ ഒരു കത്തി വാങ്ങി തന്നെ സിഇഒനെ ആ സ്പോട്ടിൽ ഹീറോ കുത്തി കൊല്ലുന്നുണ്ട്. ഇപ്പൊ ഹാർട്ടിന് കുത്തു കൊണ്ടുകൊണ്ട് തന്നെ അവരെ യോജിപ്പിക്കുന്ന ഒരേ ഒരു പാർട്ടായിട്ടുള്ള ഹാർട്ട് ഇപ്പൊ ഇല്ലാതായിരിക്കുകയാണ്. ഡോക്ടർ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ അല്ലാതെ വേറെ ഒരു വഴിയില്ലാന്ന് പ്രിയയോട് പറയുന്നുണ്ട്. പ്രിയയുടെ അച്ഛൻ ഒരു വലിയ കോടീശ്വരനായതുകൊണ്ട് തന്നെ ഇല്ലീഗലായിട്ട് വേഗം തന്നെ ഹാർട്ട് വരുത്തിക്കുകയും ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിട്ട് ഹീറോയിനെ രക്ഷപ്പെടുത്തിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനുശേഷം ഹീറോ അവളുടെ ശരീരത്തിലേക്ക് എത്തിയിട്ടില്ല. എത്ര ട്രൈ ചെയ്തിട്ടും അവൻ വരുന്നില്ല. കാരണം ഹാർട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പ്രിയ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഹീറോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹീറോയിനും വല്ലാത്ത മിസ്സിംഗ് ഉണ്ട്. പ്രിയക്കും മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രാജുബായിക്കും മിസ് ചെയ്യുന്നുണ്ട്. പ്രിയ പറഞ്ഞതുകൊണ്ട് തന്നെ കാർത്തിക്കും ഹീറോയിനും കല്യാണം കഴിക്കുന്നുണ്ട്. വിലപിടിപ്പുള്ള ഒരു ഗിഫ്റ്റ് തന്നെ പ്രിയ അവർക്ക് നൽകാണ്. അവര് കല്യാണം കഴിക്കുന്നത് സങ്കടത്തോടുകൂടി പ്രിയ നോക്കി കാണുന്നുണ്ട്. അവളുടെ ലൈഫ് പാർട്ട്ണറെ അവൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും പ്രിയ ജീവിക്കുന്നത് ഹീറോന്റെ ഓർമ്മയിലാണ്. അങ്ങനെ കല്യാണം കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം കാർത്തിക്കിനും ഹീറോയിനും ഒരു കുട്ടി ജനിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു കുട്ടി 6 മണി ആയതും ആൺകുട്ടിയായിട്ട് മാറാണ്. ഇവിടെ വെച്ചിട്ടാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു മൂവി ഇഷ്ടപ്പെട്ടോ ഇല്ലേന്ന് ഉറപ്പായിട്ടും കമന്റ് ചെയ്തേക്കണേ. താങ്ക്